ഹായ് മൈ വ്യൂസ് ബൈ ലക്ഷ്മിയുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ മെയ് റീഡ്സുമായിട്ടാണ്. മെയ്യിൽ ഞാൻ അത്യാവശ്യം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്, 14 പുസ്തകങ്ങളോളം വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണ്, എങ്ങനെയുണ്ടായിരുന്നു, എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ബുക്ക് മലയാളം ബുക്കാണ്, റിഹാൻ റാഷിദിൻ്റെ ഡോൾസ് എന്ന ഈ പുസ്തകമാണ്. ഈ പുസ്തകം എനിക്ക് ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറേ ഭാഗം എനിക്ക് കുറച്ച് ഒരു ലാഗ് ഫീൽ ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചൊരു എൻ്റെല്ലാം എനിക്ക് എൻ്റെ എല്ലാം വന്നത് തുടക്കം വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു സജഷൻ പറയുകയാണെങ്കിൽ ഒരു മേ ബി കൈൻഡ് ഓഫ് ബുക്കാണിത്. അതുപോലെ അടുത്ത പുസ്തകം ക്രാഷ് ആയിരുന്നു, ദ ക്രാഷ്, ഫ്രീഡ മെക്ഫാഡിൻ്റെ. അപ്പോൾ ഫ്രീഡ മെക്ഫാഡിൻ്റെ ഈ പുസ്തകത്തെ പറ്റി ഞാൻ റിവ്യൂ ചെയ്ത് ഇൻസ്റ്റയിൽ ഇട്ട സമയത്ത് കുറേ പേര് എന്നോട് പറയണ്ടായി, ക്രാഷ് വളരെയധികം ക്രാഷ് ആയിപ്പോയി, അധികം അവർക്ക് അങ്ങോട്ട് വർക്ക് ആയില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നിയത് ഫ്രീഡ മെക്ഫാഡിൻ്റെ സാധാരണ രീതിക്ക് ആര് ചെയ്തു കില്ലിങ് എന്നുള്ള രീതിയിൽ ആ ഒരു മോട്ടോ മാറി ഒരു പ്രത്യേക രീതിയിലേക്ക് എഴുതാൻ ശ്രമിച്ചതാണ് ആള്. അപ്പോൾ ഇതിനകത്ത് കുറേ ഭാഗം എനിക്ക് ലാഗായിട്ട് തന്നെ ഫീൽ ചെയ്തു. കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു, റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ ഓരോരോ എന്താ പറയുക, നമുക്ക് ഒട്ടും നീങ്ങാത്ത പോലെയൊക്കെ ഫീൽ ചെയ്തു. അത് ശരി തന്നെയാണ്. എന്നാലും കഥ കൊള്ളാം. ഇപ്പോൾ ഒരു എന്താ പറയുക, ഒരു ത്രില്ലർ ടൈപ്പിൽ വരുന്ന ഒരു കുറേ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ, മിസ്സിംഗ് പാർട്സ് ഒക്കെ, അതൊക്കെ ഇതിനകത്ത് വരികയാണ് ചോദിക്കുകയാണെങ്കിൽ നന്നായിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഈ ഹൗസ് മെയ്ഡ് ലെവലിലേക്കൊന്നും പോയിട്ടേ ഇല്ല, അത് ഞാൻ ഓൾറെഡി പറയാണ്. അപ്പം ഫ്രീഡ മെക്ഫാഡൻ വായിക്കുക, ഈ ഒരു ക്രാഷ് എന്ന് പറയുന്ന ഈ പുസ്തകം വായിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സ്റ്റോറി വൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടു, വലിയ കുഴപ്പമൊന്നുമില്ല. അപ്പം ഇതെനിക്ക് ഓക്കെ തന്നെയാണ്. അടുത്ത പുസ്തകം കുറച്ച് കുഞ്ഞു പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും നമ്പറിൽ വന്നത്, 14 എന്നൊക്കെ പറഞ്ഞത്. അടുത്തത് ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ, ഇത് എം മുകുന്ദന്റെ ബുക്കാണ്. അതുപോലെ നല്ല രസമായിട്ടുള്ള കുഞ്ഞു കഥകളാണ് ഇതിനകത്തുള്ളത് കേട്ടോ. എല്ലാം നല്ല 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 കഥകളാണ് ഇതിനകത്ത്. ഈ ഓട്ടോറിക്ഷക്കാരൻ്റെ ഭാര്യ എന്ന് പറയുന്നത് ഓൾറെഡി മൂവി ആയിട്ട് വന്നിട്ടുണ്ട് മലയാളത്തിൽ, പേര് ഞാൻ മറന്നുപോയി, സോറി. അപ്പോൾ അതാണ് നല്ല പുസ്തകം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ ഭാഗത്തുനിന്ന് ഓക്കെ, ഡബിൾ ഓക്കെ. അതുപോലെ GR ഇന്ദു ഗോപന്റെ കരിമ്പുലി റോറോ, പിങ്ക് പോലീസ്, പിന്നെ കഞ്ചാവ് തോട്ടത്തിൽ എൻ്റെ ജീവിതവും. ഇതും ഈ പറഞ്ഞ പോലെ ഈ 4 കഥകളാണ്. പിന്നെ അവസാനം വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ തന്നെ ഒരു ഇന്റർവ്യൂ ഭാഗമാണ്. അപ്പോൾ ഈ 4 കഥകളിൽ എനിക്ക് 3 കഥകൾ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതായത് കരിമ്പുലി, റോറോ, പിങ്ക് പോലീസ്, അതെനിക്ക് ഈ 3 എണ്ണം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, വളരെ നന്നായിട്ടുണ്ട്. ഇതിനകത്ത് എല്ലാ കഥകളും അദ്ദേഹത്തിന്റെ അനുഭവം കൂടി ആയിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിൻ്റെതായിട്ടുള്ളൊരു എഫക്ട് ഇതിനകത്തുണ്ട് കേട്ടോ, നല്ല കഥയാണ്. അടുത്തത് മായാ കിരണിന്റെ നവവിരഹി കേശവ. ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടമായ പുസ്തകമാണ്. അപ്പം നമ്മൾ റൊമാൻസ് മലയാളം വായിക്കണം, അധികം പേജസ് ഒന്നുമില്ല, അങ്ങനെ വായിച്ച് തീർക്കണം എന്നുള്ളവർക്കാണെങ്കിൽ നല്ലൊരു ഓപ്ഷനാണിത്, നല്ലൊരു കഥയാണിത്. എനിക്ക് വളരെ ഇൻറ്റൻസ് ആയിട്ട് ഫീൽ ചെയ്തു. വിരഹമാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്, അത് ഞാൻ ആദ്യം പറയാം. പക്ഷെ എന്നാലും അടിപൊളിയാണ്, നമുക്ക് ഹാർട്ട് ടച്ചിങ് ആയിട്ട് ഫീൽ ചെയ്യും. നല്ലൊരു ഇന്റേണൽ സ്റ്റോറി ഉണ്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ലൊരു പുസ്തകമാണിത്. അപ്പം എൻ്റെ ഭാഗത്തുനിന്ന് ഡെവലപ്പ്. ഇനി അടുത്തത് ഉദകപ്പോളയാണ്, പി പത്മരാജന്റെ. അപ്പൊ ഈ ഒരു പുസ്തകം പലരും പറയണ കേട്ടോ, തൂവാനത്തുമ്പി അതുപോലെയാണ്. പക്ഷെ അതിനകത്ത് നിന്ന് ഒരു കുറച്ച് ഭാഗങ്ങൾ സിമിലർ ആയിട്ട് ഫീൽ ചെയ്യും, വളരെ കുറച്ച് ഭാഗങ്ങൾ കേട്ടോ സിമിലർ ആയിട്ട് വന്നിട്ടുള്ളൂ. തൂവാനത്തുമ്പിയുള്ള ജയകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇതിനകത്ത് ജയകൃഷ്ണൻ അത്രയും മോശമാണ്. അതുകൊണ്ട് തന്നെ കഥകൾ തമ്മിൽ വലിയ ഒരു സിമിലാരിറ്റി ഒന്നുമില്ല. എന്നാലും നന്നായിട്ട് വായിക്കാൻ പറ്റും. ഒരുമാതിരി എന്താ പറയുക, കുറേ ഒരു അഴുകിയ ജീവിതങ്ങളുടെ കഥ പറയുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്, അതുപോലത്തെ ആളുകളും. അപ്പോൾ നല്ല പുസ്തകമാണ്, നമ്മൾ എന്തായാലും വായിക്കേണ്ട ഒരു പുസ്തകമാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ പി പത്മരാജന്റെ ഉദകപ്പോള. പിന്നെ അതുപോലെ ഡിയർ നീരജ്, ജയലക്ഷ്മി ശ്രീനിവാസന്റെ. ഇതൊരു റൊമാൻസ് തന്നെയാണ്, പക്ഷെ എനിക്ക് തോന്നുന്നു ടീനേജ് ലെവലിലുള്ള കുട്ടികൾക്കാണെങ്കിൽ കുറച്ചും കൂടി ഇത് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് കഥയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നല്ല കുഴപ്പമില്ലാത്തൊരു സ്റ്റോറിയാണ്. ഇനി അടുത്തത് ബിരിയാണി, സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ. ഇതും ഷോർട്ട് സ്റ്റോറീസ് ആണ്, നല്ല സ്റ്റോറീസ് ആണ്, കുഴപ്പമില്ലാത്തൊരു ബുക്കാണ്. മാധവിക്കുട്ടിയുടെ നഷ്ടപ്പെട്ട നീലാംബരി, എക്സലന്റ് ബുക്കാണ്, അടിപൊളിയാണ്, നന്നായിട്ട് വായിക്കാം. ചെറുകഥകൾ തന്നെയാണ് ഇതിനകത്തുള്ളത്. നഷ്ടപ്പെട്ട നീലാംബരി സത്യത്തിൽ ലാസ്റ്റ് വരുന്ന കഥയാണ്, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു, നല്ല കഥയാണ്. ആക്ച്വലി അതൊരു മൂവിയാണ് കേട്ടോ, അത് ഞാൻ പറയുന്നില്ല ഏത് മൂവിയാണ്. ഇനി നസീർ കലേദിന്റെ ഖദീജ ആക്ച്വലി വെരി പോപ്പുലർ ആണ്, ഇപ്പൊ ബെസ്റ്റ് സെല്ലേഴ്സിൽ വരുന്നതാണ്, ഏറ്റവും കൂടുതൽ മോസ്റ്റ് ഡിമാൻഡിങ് ആയിട്ടുള്ള ബുക്കാണ്. അപ്പം നല്ലൊരു കഥയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടൊന്നും വേണ്ട, ഒരു പ്രണയം അങ്ങനെയൊന്നും അല്ല. ഒരു സാധാരണ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു കഥയാണ്, അദ്ദേഹത്തിന്റെ ഒരു കാര്യങ്ങളാണ്, വളരെ നന്നായിട്ടുണ്ട്.
അടുത്ത പുസ്തകം എം മുകുന്ദന്റെ കുട്ടനാശാരിയുടെ ഭാര്യമാരാണ്. ഇതും ഇതുപോലെ ഷോർട്ട് സ്റ്റോറീസ് ആണ്. അതിലകത്ത് ഒരു ഷോർട്ട് സ്റ്റോറിയുടെ പേരാണ് കുട്ടനാശാരിയുടെ ഭാര്യമാർ. അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു, ഭയങ്കര കോമഡി ആയിട്ട് ഫീൽ ചെയ്തു. നല്ലൊരു ബുക്കാണ്, പെട്ടെന്ന് വായിച്ചു തീർക്കാം കേട്ടോ. ഇതൊക്കെ ഈ ഷോർട്ട് സ്റ്റോറീസ് ഞാൻ പറഞ്ഞൊക്കെ ഏകദേശം 200 രൂപയിൽ താഴെ വരുന്ന പുസ്തകങ്ങളാണ്. പ്രറ്റി അഫോർഡബിൾ. അതുപോലെ തന്നെ പേജസും കുറച്ച് കുറവാണ്. നമുക്ക് വേഗം വായിച്ചു തീർക്കാൻ പറ്റും. നമ്മുടെ ഒരു വായനയിലേക്ക് വരണം എന്ന് തോന്നുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അതിലേക്ക് വരാൻ പറ്റുന്ന പുസ്തകങ്ങളാണ് ഇതൊക്കെ. ഇനി M.A. റഹ്മാന്റെ പൊസങ്കടി ഒരു അന്വേഷണ റിപ്പോർട്ട്. ഇത് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് ഈ പുസ്തകത്തിന്റെ ഒരു ഇത് കണ്ടപ്പോൾ പൊസങ്കടി, ആ സ്ഥലം, അതിനെക്കുറിച്ച് കൂടുതൽ കാസർഗോഡ് ഏരിയയിൽ സംഭവിച്ചിട്ട് സംഭവത്തെ പറ്റിയും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ പറ്റിയൊക്കെ ആട്ടോ. അപ്പൊ ഇതിനകത്ത് എനിക്ക് പ്രശ്നം തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവതാരിക അല്ലെങ്കിൽ പറയൂല്ലോ തുടങ്ങുന്ന ആ ഭാഗത്തെ പറ്റി വർണ്ണിച്ചിരിക്കുന്ന ഒരു ആളുണ്ട്. അയാള് മൊത്തത്തിലായിട്ട് കഥ പറഞ്ഞു തരാം നമുക്ക്. കഥയിലേക്ക് വരുമ്പോൾ മൊത്തത്തിൽ ഓൾറെഡി ഈ അവതാരിക ഭാഗത്ത് നമ്മൾ വായിച്ചും കഴിഞ്ഞു. അതെനിക്ക് വളരെയധികം ഡിസപ്പോയിന്റ്മെന്റ് ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. അതുകൊണ്ട് എനിക്ക് അത്രപ്പരിത ഒന്നും ഇഷ്ടപ്പെട്ടില്ല. എന്നാലും കഥ മാത്രമായിരുന്നുവെങ്കിൽ, ആ ഒരു അവതാരിക എന്ന് പറയുന്ന ഭാഗം കട്ട് ചെയ്യായിരുന്നുവെങ്കിൽ കുറച്ചും കൂടി നന്നായിരുന്നു. കാരണം ഓൾറെഡി നമ്മൾ അതിനകത്ത് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു ഓരോ കാര്യങ്ങളെ പറ്റിയും, ഇങ്ങനെയാണ് ഈ പുസ്തകം പോകുന്നതെന്നൊക്കെ. അപ്പൊ അത് തന്നെയാണ് കഥയുള്ളത്. അപ്പം അതെനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല. അല്ലെങ്കിൽ ഇനി കുഴപ്പമില്ലാത്തൊരു പുസ്തകം കേട്ടോ അത്. അടുത്തത് P. പത്മരാജന്റെ ഇതാ ഇവിടെ വരെ. ഒരു ഷോർട്ട് സ്റ്റോറിയാണ്, ഒരു സ്റ്റോറിയാണ്. അപ്പൊ നല്ല രസകരമായിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ബുക്കാണ്. ഇനി അടുത്തത് ആസ് ഗുഡ് ആസ് ഡെഡ്. ഇതിനെക്കുറിച്ച് സത്യം പറഞ്ഞ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ എനിക്കെന്തോ ഈ പുസ്തകത്തെ പറ്റി വായിച്ച് തുടങ്ങിയ ഒരു ഫീലല്ല വായിച്ച് എൻ്റെ ആയപ്പം എല്ലാവരും പറഞ്ഞു. ഇതറിയാലോ, ഹോളി ജാക്സന്റെ ആ ഒരു ആസ് ഗുഡ് ആസ് ഡെഡ് എന്ന് പറയുന്നത് 3ാമത്തെ പാർട്ടാണ്. മറ്റു 2 പുസ്തകത്തെ പറ്റി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടെന്നാണ് ഒരു ഇത്. അപ്പൊ ഇത് എല്ലാവരും ആ ഒരു ട്രിലോജിയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഹൈലി റെക്കമെൻഡ് ചെയ്തൊരു പുസ്തകമാണ്. അതുപോലെ വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞ പുസ്തകമാണ്. പക്ഷെ എനിക്ക് എന്തുകൊണ്ടോ വർക്കായില്ല. എനിക്ക് എന്തുകൊണ്ടോ ഈ ഒരു പിപ്പ എന്ന് പറയുന്ന ഒരു ആളുടെ ഒരു എന്താ പറയാ, ആളുടെ ഹിസ്റ്ററി എടുത്ത് വായിച്ച പോലെ ആയിപ്പോയി. ഒരു രസമായില്ല എനിക്ക് ഒരു ഒട്ടും വർക്കായി ആവുന്ന ഒരു പുസ്തകമാണ്. എന്നെ ഹൈലി ഡിസപ്പോയിന്റ് ചെയ്ത പുസ്തകമാണ് ഈ ഫൈനൽ പാർട്ട്. ബാക്കി ഫസ്റ്റും സെക്കൻഡും ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇത് എനിക്ക് തീരെ വർക്കായില്ല. അപ്പൊ അത്രയും പുസ്തകങ്ങളാണ് ഞാനിപ്പോ ഈ ഒരു മെയ് റീഡ്സിൽ കൊണ്ടുവന്നിരുന്നത്. 14 പുസ്തകങ്ങളാണ്. കുറെയൊക്കെ ചെറിയ പുസ്തകങ്ങളായതുകൊണ്ടാണ് ഇത്രയൊക്കെ എനിക്ക് വായിക്കാൻ പറ്റിയത്. അപ്പോ ഇത്രയും പുസ്തകങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തൊരു വ്ളോഗുമായി വരുന്നത് വരെ ദിസ് ഇസ് രാജലക്ഷ്മി സൈനിങ് ഓഫ്.